നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? കോവിഡ് വരെ വിറ്റ് തിന്ന് കേരളത്തിൽ. വളരെ പ്രയാസമുള്ള ഒരു അവസരത്തിൽ കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഇങ്ങനെ ഓരോന്നായി എടുത്തിട്ട് പ്രത്യേകിച്ച് ടീച്ചർ നല്ല കഷ്ടപ്പാടായിരുന്നു. കാരണം എന്തെല്ലാം മറയ്ക്കണം. പറയേണ്ടത് ഒരു വാർത്തയാക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. അതിലൊന്നും ഒരു തരക്കേടുമില്ല. ഇത് അഷീൽ എന്ന് പറയുന്ന വ്യക്തിയല്ല. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആകെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കോവിഡ് കാലത്ത് ആ ഡിസാസ്റ്ററിന്റെ സമയത്തുള്ളതാണ്. അതിൽ ആർക്കെങ്കിലും സംശയം തോന്നിയിട്ട് എന്തെങ്കിലും ഉന്നയിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. അതിലൊന്നും യാതൊരു തരക്കേടുമില്ല. അതൊരു ഗവൺമെന്റിന്റെ ഡിസിഷൻ അനുസരിച്ച് നടത്തിയിട്ടുള്ള, ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇപ്പൊ മറന്നുപോയി നമ്മൾ എന്തുമാത്രം പ്രയാസമാണ് കോവിഡിൽ അനുഭവിച്ചത്. കോവിഡ് പടരാതിരിക്കാൻ നമ്മൾ എടുത്തിട്ടുള്ള ശരിയായ സമീപനങ്ങളെ ഇപ്പോ അതിൽ നിന്ന് നടത്തിയെടുത്ത് ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും അങ്ങനെ കാണേണ്ടതില്ല. അതിന് കൃത്യമായ മറുപടിയുണ്ട്. അതായത് ഇന്നയാൾ എന്നുള്ളതല്ല. കോവിഡ് കാലത്തെ പ്രവർത്തനമാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാര്, ഇന്ന് ഉദ്യോഗസ്ഥനെന്നില്ല, കൃത്യമായിട്ട് അതിന് മറുപടി ഉണ്ടാകും. അതെ, ഇതൊരു വ്യക്തി നടത്തിയതല്ല, ഇത് മൊത്തത്തിൽ നടത്തിയത്. അതുകൊണ്ട് വ്യക്തിപരമായി ആരെയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിന് യാതൊരു സംശയമില്ല. അതായത് നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അത് കൃത്യമായിട്ട് ഞാൻ മറുപടി പറഞ്ഞില്ലേ. അതിന് ബാക്കി എന്താന്ന് വെച്ചാൽ വരട്ടെ, അപ്പൊ മറുപടി പറയാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അടുത്ത 5 വർഷം ഉള്ളവർ നമുക്ക് ഉരുട്ടി തരുമെന്ന്. ഒന്നും ആരെ കൊണ്ട് ഉരുട്ടാൻ പറ്റത്തില്ല. ഇത് കേരളത്തിന്റെ കാലാകാലമുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അടുത്തൊരു ഇൻഫർമേഷനായി ഞാൻ വരാം. നിങ്ങളുടെ സ്വന്തം അപ്പച്ചൻ.